കെട്ടിട നിർമ്മാണ മേഖലയിൽ കേരളം ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാകുക എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഉറച്ച ചുവടുകളോടെ മുന്നേറുകയാണ്. ഊർജ്ജകാര്യക്ഷമവും സുസ്ഥിരവുമായ കെട്ടിട നിർമ്മാണം ഇതിനായി നമ്മെ സഹായിക്കും. ഈ ലക്ഷ്യം കൈവരിക്കാനായി കേരള എനർജി കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ബിൽഡിംഗ് കോഡ് റൂൾസ് KECSBCR 2025 പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായൊരു സംസ്ഥാന സർക്കാർ എനർജി കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ബിൽഡിംഗ് കോഡ് ECSBC നിയമപരമായി നടപ്പിലാക്കുകയാണ്. ഒക്ടോബറിൽ പുറപ്പെടുവിച്ച കേരള പഞ്ചായത്ത് ബിൽഡിംഗ് അമെന്റ്മെന്റ് റൂൾസ് 2025, കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് അമെന്റ്മെന്റ് റൂൾസ് 2025 എന്നിവയിൽ ECSBC മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ കേരളത്തിൽ നിർമ്മിക്കുന്ന വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള കെട്ടിടങ്ങളിൽ ഈ ചട്ടങ്ങൾ നിർബന്ധിതമാക്കിയിട്ടുണ്ട്. കണക്റ്റഡ് ലോഡ് 100 കിലോവാട്ടോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിമാൻഡ് 120 കിലോവോൾട്ട് ആംബിയറോ അതിൽ കൂടുതലോ ഉള്ള ഹോട്ടലുകൾ, ലോഡ്ജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഓഫീസുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, മൾട്ടിപ്ലക്സുകൾ തുടങ്ങിയ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾക്കാണ് ഈ ചട്ടങ്ങൾ ബാധകമാകുന്നത്. കെട്ടിടങ്ങളുടെ രൂപകൽപ്പന, നിർമ്മാണം, പൂർത്തീകരണം തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളിലും ECSBC മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എനർജി കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ബിൽഡിംഗ് കോഡ് നടപ്പിലാക്കുന്നതിലൂടെ കേരളത്തിന്റെ കാലാവസ്ഥ അതിജീവനശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം കുറഞ്ഞ ഊർജ ഉപഭോഗം, ജലസുരക്ഷ ഉറപ്പാക്കൽ, നഗരങ്ങളിലെ അമിത ചൂട് കുറയ്ക്കുക എന്നിവയെല്ലാം ഈ ചട്ടത്തിന്റെ നേട്ടങ്ങളാണ്. കുറഞ്ഞ വൈദ്യുതി ജലബില്ലുകൾ, കുറഞ്ഞ പരിപാലന ചെലവ്, സുഖകരവും ആരോഗ്യകരവുമായ അന്തരീക്ഷം എന്നിവയെല്ലാം കെട്ടിടങ്ങളിൽ ഉറപ്പാക്കുന്നു എന്നത് ഇതിന്റെ ഗുണങ്ങളാണ്. കേരളത്തിൽ എനർജി കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ബിൽഡിംഗ് കോഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് നടപ്പിലാക്കി വരുന്നത്. എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയാണ് ഈ ചട്ടങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത്. കെട്ടിടങ്ങളുടെ രൂപകൽപ്പന, നിർമ്മാണം, പൂർത്തീകരണം എന്നീ വിവിധ ഘട്ടങ്ങളിൽ ബിൽഡിംഗ് എൻവലപ്പ്, ശീതീകരണ ഉപകരണങ്ങൾ, ലൈറ്റിംഗ്, അക്ഷയ ഊർജ ഉപയോഗം, ജല ഉപയോഗം, മാലിന്യ സംസ്കരണം, കെട്ടിടങ്ങൾക്കുള്ളിൽ സുഖകരവും ആരോഗ്യകരവുമായ അന്തരീക്ഷം ഉറപ്പാക്കൽ എന്നിവയിൽ ECSBC മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പരിശോധിക്കുകയും സർട്ടിഫൈ ചെയ്യുകയും ചെയ്യുന്നു. ഇതിനായി EMC എംപാനൽ ചെയ്തിട്ടുള്ള ബിൽഡിംഗ് എനർജി എഫിഷ്യൻസി എക്സ്പേർട്സിന്റെ സേവനം ലഭ്യമാണ്. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിൽ ഊർജവും ജലവും കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനും കെട്ടിടത്തിനുള്ളിൽ സുഖകരവും ആരോഗ്യകരവുമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം നടപ്പാക്കുന്നതിന് ലക്ഷ്യമിട്ട് രൂപീകരിച്ച ECSBC ചട്ടങ്ങൾ സുസ്ഥിരമായ കെട്ടിട നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. എനർജി കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ബിൽഡിംഗ് കോഡ് ആദ്യമായി ഇന്ത്യയിൽ വിജ്ഞാപനം ചെയ്ത സംസ്ഥാനമാണ് കേരളം. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ കോഡ് നടപ്പിലാക്കുന്നതിന് വേണ്ടി എനർജി മാനേജ്മെന്റ് സെന്റർ ഒരു പ്രത്യേക ടെക്നിക്കൽ കാഡറിന് തന്നെ രൂപം നൽകിയിട്ടുണ്ട്. ബിൽഡിംഗ് എനർജി എഫിഷ്യൻസി എക്സ്പേർട്സ്. ഇവരുടെ സഹകരണത്തോടുകൂടിയും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടിയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും സഹകരണത്തോടു കൂടിയാണ് ഈ കോഡ് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അതോടൊപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഇതിൻ്റെ ഒരു മെയിൻ സ്റ്റേക്ക് ഹോൾഡറാണ്. ഇതിൻ്റെ ഏകോപന ചുമതല കേരളത്തിലെ സ്റ്റേറ്റ് ഡെസിഗ്നേറ്റഡ് ഏജൻസി ആയിട്ടുള്ള എനർജി മാനേജ്മെന്റ് സെന്ററിനാണ്. നല്ല നാളേക്കായി കെട്ടിട നിർമ്മിതിയിൽ ഈ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.